ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ കിടിലൻ ടേസ്റ്റാണ് ഈ കേക്കിന്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണ്. നമുക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ നമ്മൾ കുത്തി നിറച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 2 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 3 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. അത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇത് കുറേശ്ശായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു വശത്തോട്ട് മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയേക്കണത്. ഇത് നമുക്കിനി കുറച്ച് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാല്, തിളപ്പിച്ച് ആറിയ പാലാണ്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്കിൻ്റെ മിക്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും കേക്കിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കേക്കിൻ്റെ ടിന്ന് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച ശേഷം 1 അവർ നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, 1 അവറാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഇതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് ക്യാരറ്റ് കേക്ക് കിട്ടിയിട്ടുണ്ട്. കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 hour ബേക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കിഡിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.